നമ്മുടെ പ്രസ്ഥാനം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അനുദിനം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന കുരുവട്ടൂരിലെ ഇബ്ലീസ് ത്വരീഖത്ത് ഓരോ ദിവസവും പെരുമ്പടലാണ് പൊട്ടുകൊണ്ടിരിക്കുന്നത്. ഇബ്ലീസിനെ കുറെ വെളുപ്പിക്കാൻ നോക്കി. ഏതായാലും നമ്മൾ പണ്ടേ കേട്ടിരുന്നു, ഈ ഷെയ്ത്താനെ സേവിച്ച് നടക്കുന്ന ആളുകൾ ഷെയ്ത്താന് അവരോട് എന്താണോ കൽപ്പിക്കുന്നത് അതിനനുസരിച്ച് അവർക്ക് ഷെയ്ത്താനെ ആടിക്കൊടുക്കേണ്ടി വരുന്നു. സമൂഹം മാറ്റി നിർത്തിയ ഏതെല്ലാം ടീമുകളുണ്ടോ, സമൂഹത്തിന്റെ മുന്നിൽ അവഹേളനം നേരിട്ട ടീമുകളെ മുഴുവനും ഷാളണിയിച്ച് സ്വീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഉരുവട്ടൂരുകൾ എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വിശുദ്ധമായ ഖുർആൻ സ്വന്തമായി വ്യാഖ്യാനിച്ച് മുഫസ്സിറുകൾ ഇതുവരെ പറഞ്ഞതിന് മുഴുവനും തള്ളി, ബുഖാരിയും മുസ്ലിമും തള്ളി, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ തള്ളി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങൾ മുഴുവനും തള്ളി, സ്വന്തമായി ഖുർആൻ നോക്കി ഡിക്ഷണറി നോക്കി സ്വന്തമായി അർത്ഥം വെച്ച് അവനിക്ക് തോന്നിയതുപോലെ ഖബർ ശിക്ഷയെ നിഷേധിച്ചു, ലൈലത്തുൽ ഖദറിനെ നിഷേധിച്ചു, അതുപോലെ തന്നെ സ്വർഗവും നരകവും അവനിക്ക് തോന്നിയതുപോലെ അവൻ വ്യാഖ്യാനിച്ചു. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും സമത്വമുള്ളവരാണ് എന്ന് നിലക്ക് അവൻ ഇവിടെ വ്യാഖ്യാനിച്ചു. സ്ത്രീകളുടെ കൂട്ടത്തിലും നബിമാരും മുർസലീങ്ങളും ഉണ്ട് എന്ന് അവൻ വിശ്വസിപ്പിച്ചു. ഇങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ മുന്നിൽ രണ്ടാം ചേകനൂരായി കടന്നു വന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് ഈ CH മുസ്തഫ. ആ CH മുസ്തഫയെ ഷാളിട്ട് സ്വീകരിച്ച് ആനയിച്ച് പ്രസംഗിക്കാൻ അനുമതി കൊടുത്ത് അവൻ ആദരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഉരുവട്ടൂരികൾ എത്തിയപ്പോ അതിനെ ചോദ്യം ചെയ്ത് അവിടെ എന്ത് മറുപടി പറഞ്ഞാലും ഈ കാട്ടുവളപ്പിൽ നൗഷാദും കോമാട്ടുചാലിൽ അവന്റെ ഷെയ്ഖാവുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ളയും അടങ്ങുന്ന ഈ ഇബ്ലീസ് ത്വരീഖത്തുകാർ എന്ത് മറുപടി പറഞ്ഞാലും പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നൗഷാദ് തന്നെ ഇവിടെ പറഞ്ഞു വെച്ച പല പൊട്ടത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞു വെച്ച പല പൊട്ടത്തരങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്ന നൗഷാദിന് അറിയാം. അതുകൊണ്ട് തന്നെ നൗഷാദ് എന്ത് മറുപടി പറയുന്ന ആലോചിച്ച് അവസാനം അവൻ എന്ത് ചെയ്തു, തൗബ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന രൂപത്തിൽ അവൻ അവതരിപ്പിച്ചു. അതും ഇപ്പം വലിയ പേടെല്ലാം പെട്ടിരിക്കണേ. കാരണം CH മുസ്തഫ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ തൗബ ചെയ്യാനൊന്നും പോയിട്ടില്ല, ഇൻഷാ നമുക്ക് കേൾക്കാം. അതിന്റെ മുമ്പ് നൗഷാദ് ഇന്നലെ പറഞ്ഞു വെച്ച ചില വിഷയങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് പൊളിച്ചടക്കേണ്ടതുണ്ട്, അതൊന്ന് സമൂഹത്തിന് കേൾപ്പിക്കേണ്ടതുണ്ട്. അതിലേക്ക് നൗഷാദ് പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഓരോന്നോരോന്നായി കേൾക്കാം. മശായിഖിന്റെ ഹദറത്തിനെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കി. ആട്ടോളബീരെ, മശായിഖന്മാരെ ഹദറത്ത് ഏതായാലും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണ്ട. മശായിഖന്മാർ ആരാണെന്നും അവരെ ഹദറത്ത് എന്താണ് എന്നും മശായിഖന്മാരെ നേരിട്ട് ശരിക്ക് ബന്ധപ്പെട്ട് അവരെ പരിചയമുള്ള മഹത്തുക്കളായ ഉലമായി ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് മശായിഖന്മാർ ആരാന്നുള്ളത്. എന്നിട്ട് ഏതെങ്കിലും കാട്ട് കള്ളന്മാരോ അതല്ലെങ്കിൽ ഇബ്ലീസിന്റെ അടുക്കൽ നിന്ന് ഇജാദത്ത് സ്വീകരിച്ച് ഇബ്ലീസിനെ ഷെയ്ഖാക്കി കൊണ്ടുനടക്കുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാരോ ഞങ്ങൾക്ക് മശായിഖന്മാരെ പഠിപ്പിച്ചേട്ടോ. ഞങ്ങൾക്ക് മശായിഖന്മാരെ നിങ്ങൾ പഠിപ്പിച്ച മശായിഖന്മാർ ഏതാ? ഇബ്ലീസാണ്. ഇബ്ലീസും ഇബ്ലീസിന്റെ അനുയായികളല്ല നിങ്ങൾ പഠിപ്പിച്ച മശായിഖന്മാര്. ആ മശായിഖന്മാർ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് മശായിഖന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട പടകരവോർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അടക്കമുള്ള ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരായ മശായിഖന്മാരെ ഞങ്ങൾക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നോടോ. പിന്നെ ഏതെങ്കിലും കാട്ട് കള്ളന്മാരെ കുറിച്ചോ ഇബ്ലീസിനെ കുറിച്ചോ ഇബ്ലീസിന്റെ മറ്റു ശൈത്താൻ കുട്ടികളെ പറ്റി ഓരോ മശായിഖന്മാരായി സ്വീകരിച്ചു കാണ്ട് ഇവിടെ ഇബ്ലീസ് ത്വരീഖത്ത് പഠിപ്പിച്ചത് അത് ഞങ്ങൾ പഠിക്കണമെന്നോ? അതിന് വേറെ ആള് നോക്കുകയാ? നിങ്ങളാരും ഞങ്ങളെ ശരീഅത്ത് പഠിപ്പിക്കണ്ട, നിങ്ങളാരും ഞങ്ങൾക്ക് നിയമവും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് നിയമം പഠിപ്പിക്കാൻ ഞങ്ങളുടെ മശായിഖുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സമസ്തന്റെ പ്രമേയം അനുസരിച്ചല്ലല്ലോ ഞങ്ങൾ നടത്തും. നിങ്ങളെന്തോ ഒരു പ്രമേയം ഉണ്ടാക്കിയിട്ട് അതിൽ നടക്കുന്നല്ലോ ഞങ്ങള്. അയ്യേ, ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ ശരീഅത്തോ നിയമോ പഠിപ്പിക്കണില്ല. അത് ഞങ്ങൾ പഠിപ്പിക്കാൻ വരുന്നില്ല. കാരണം ഇബ്ലീസിനോട് ഇസ്ലാമിന്റെ ശരീഅത്ത് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യം? അള്ളാഹുവിനെ ധിക്കരിച്ചാണ്ട് ഇറങ്ങിയതല്ലേ. പടച്ചോൻ വരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകാതെ കിബിർ നടിച്ച് ഇറങ്ങി പോകുന്നവനെ ഇബ്ലീസ്. ആ ഇബ്ലീസിനെ ഷെയ്ഖാക്കി സ്വീകരിച്ച് നടക്കണ എന്നോടും എന്റെ അനുയായികളോടും എന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ളനോടും മറ്റും ഞങ്ങൾ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല ചങ്ങ, ഇസ്ലാമിന്റെ ശരീഅത്തോ അതല്ലെങ്കിൽ മറ്റു നിയമങ്ങളോ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ വരുന്നില്ല. അത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് എത്താക്കാരും ഞങ്ങൾ സാധാരണ ഇതൊക്കെ ജനങ്ങൾ ആർക്കും എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് കരുതുന്ന അവരെ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത്. പിന്നെ സമസ്തന്റെ പ്രമേയം, ഞങ്ങൾ സമസ്തന്റെ പ്രമേയം അനുസരിച്ച് നിങ്ങൾ നടക്കൂല. കാരണം സമസ്തന്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മുൻകഴിഞ്ഞ മഹാന്മാരായ ഇമാമിങ്ങൾ എന്താണോ ഇവിടെ പഠിപ്പിച്ചത്, അവർ കിതാബുകളിലൂടെ എന്താണോ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ആ പഠിപ്പിച്ച വിഷയങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് സമസ്തന്റെ പ്രമേയത്തിലൂടെ. അല്ലാതെ സമസ്തന്റെ പ്രമേയം എന്ന് പറഞ്ഞാണ്ട് നൂലുമ കെട്ടി ഇറക്കിയ വേറെ സാധനമൊന്നുമല്ല. സമസ്തന്റെ പ്രമേയം മുൻകഴിഞ്ഞ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാ. ജി മനസ്സിലാക്കിയത് സമസ്തന്റെ പ്രമേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നൂലുമ കെട്ടിയാണ് സ്വന്തമായിട്ട് നിങ്ങൾ കീശ നിർത്തുന്ന ഓരോന്ന് പറയണമാതിരി ഞങ്ങൾ എടുത്ത് ഇവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞു എന്നാ. നിങ്ങളതനുസരിച്ച് ജീവിക്കൂല. ഇമാമിങ്ങൾ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കൂല. കാരണം ഇജ്ജനോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കിതാബുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ജി അന്റെ ഷെയ്ഖാകുന്ന ഇബ്ലീസും ഇബ്ലീസിന്റെ കുട്ടിച്ചെയ്ത്താന്മാരും എല്ലാവരും കൂടിയായിട്ട് നിങ്ങൾ തൊള്ളേ തോന്നി വിളിച്ചു പറയുന്നത് അത് ഇസ്ലാമിന്റെ നിയമമല്ലല്ലോ, അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല. അത് നിങ്ങൾ പഠിപ്പിക്കാൻ വരുന്നില്ല. ഇതൊക്കെ പറഞ്ഞത് എന്തിനാ? CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന
തനി രണ്ടാം ചേകനൂരായി കടന്നു വന്ന് യുദ്ധത്തിന്റെ വാദങ്ങൾ വരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മുസ്തഫ വന്നതിനെ ന്യായീകരിക്കാനാട്ടോ ഈ പറഞ്ഞതൊക്കെ. ഏതായാലും മുസ്തഫ വന്ന ഹദറത്ത് നൗഷാദ് ഒന്ന് വിശദീകരിക്കട്ടെ. മശായിഖിന്റെ ഹദറത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലം, പ്രത്യേകിച്ച് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ. അതെങ്ങനെ നൗഷാദ് ശരിയാവുക? മശായിഖിന്റെ ഹദറത്ത് എന്ന് പറഞ്ഞാൽ കാണ്ട അലവരാദികൾക്ക് മുഴുവൻ കയറി നിരങ്ങാനുള്ള സ്ഥലം, കാരണം വഹാബികൾക്കും മൗദൂദികൾക്കും യുദ്ധത്തിലൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം ചേകനൂരായി കടന്നു വന്ന വിഭാഗത്തിനും എല്ലാവർക്കും കയറി നിരങ്ങാനുള്ള സ്ഥലമാണോ മശായിഖന്മാർ ഹദറത്ത് എന്ന് പറഞ്ഞാൽ? പറയട്ടോ മറുപടി. എല്ലാരും വരും. ഹൈന്ദവ മതക്കാരി വരും, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ വരും, പലരും വരും. അത് ഇറക്കടില്ലല്ലോ. എല്ലാവർക്കും കയറി വരാം. ആവർത്തിച്ച് പറയാം, എല്ലാവർക്കും അവിടെ കയറി വരാം. ഹൈന്ദവ മതക്കാർക്ക് കയറി വരാം, ക്രിസ്തു മതക്കാർക്ക് കയറി വരാം, എല്ലാവർക്കും കയറി വരാം. ഹൈന്ദവ മതക്കാർ കയറി വരുന്നത് പോലെയാണോ വഹാബി കയറി വരുന്നത്? ക്രിസ്തു മതക്കാർ കയറി വരുന്നത് പോലെയാണോ മൗദൂദി കയറി വരുന്നത്? സിഖ് മതക്കാരൻ കയറി വരുന്നത് പോലെയാണോ ചേകനൂരി സമ്പാദിച്ചവൻ കയറി വരുന്നത്? തങ്ങളാണ് അംഗീകരിച്ച എല്ലാവർക്കും കയറി വരാമോ? അവിടുത്തെ നിയമ തങ്ങൾ അംഗീകരിച്ച വഹാബിക്ക് നിങ്ങൾ ഷാൾട്ട് സ്വീകരിക്കുവോ? തങ്ങൾ അംഗീകരിച്ച മൗദൂദിനെ നിങ്ങൾ ഷാൾട്ട് സ്വീകരിക്കുവോ? ഇവിടെ ഇസ്ലാമിന്റെ ശരീഅത്തിനെ മുഴുവനും തള്ളിപ്പറഞ്ഞ്, വിശുദ്ധമായ ഖുർആനിന്റെ മുഫസ്സിറുകളെ മുഴുവനും തള്ളിപ്പറഞ്ഞ്, ഹദീസ് ഗ്രന്ഥങ്ങളെ മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങൾ മുഴുവനും സ്വന്തമായി ദുർവ്യാഖ്യാനം നടത്തി തോന്നിയതുപോലെ പുതിയൊരു മതം കൊണ്ടുവന്ന രണ്ടാം ചേകനൂരായ CH മുസ്തഫ, അവൻ ഹൈന്ദവ മതക്കാർ കയറി വരുന്നത് പോലെയാണോ? അവൻ ക്രിസ്തു മതക്കാർ കയറി വരുന്നത് പോലെയാണോ? മറുപടി പറയണം ഷാദേ. അങ്ങനെ ഇനി CH മുസ്തഫ വന്നതിനെ കുറിച്ച് നൗഷാദ് ഒന്ന് പറയട്ടെ. ആത്മീയമായി ഇന്ന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന വലിയൊരു സയ്യിദാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സയ്യിദ് അവറുകളെ ഒന്ന് കാണണം, അവരെ കൈയൊന്ന് പിടിക്കണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അത് നിരാകരിക്കുന്ന ആളല്ല ആര്? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. നൗഷാദിന്റെ കോട്ടിമാട്ടല ഇത് ഇങ്ങനെ എന്ത് ചെയ്യുക? സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. ഇവിടെ CH മുസ്തഫാനെ പറയണില്ല കേട്ടോ, CH മുസ്തഫാന്റെ പേരും പറയണില്ല. ഒരാള് വന്ന് ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട വലിയൊരു ആത്മീയ നേതാവിന്റെ കൈ പിടിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് നിരാകരിക്കുന്നയാളല്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. അങ്ങനെ മുസ്തഫ പറഞ്ഞിട്ടില്ല. അന്ന് മുസ്തഫ പറഞ്ഞു പറഞ്ഞില്ല. പക്ഷെ അത് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പിക്കുക. അതായത് മുസ്തഫ CH മുസ്തഫ അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത് തോന്നിപ്പിക്കുക. ഇവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെ മുസ്തഫ വന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പോകും മുസ്തഫ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കുന്ന കപടനാണ് ഈ നൗഷാദ്. സത്യത്തിൽ CH മുസ്തഫ അങ്ങനെ പറഞ്ഞിട്ടേ അല്ല, പറഞ്ഞു തെളിയിക്കാൻ ഔഷധത്തിന് കഴിയൂല. പേരോടാളപ്പോ ഇയാളെക്കാട്ടും പേച്ചോ അയാള് ആർക്കൊന്നുമില്ല. മുസ്തഫ ആയാലും ഒക്കെ മൂപ്പര് ഇന്നലെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? അടിസ്ഥാനം മശായിഖാണ്. മശായിഖ് പറഞ്ഞിടത്ത് നിൽക്കണം, അത് ഉസ്താദുമാരല്ല. നമുക്കൊരു ആത്മീയ ഗുരു വേണം. ഇതല്ലേ നിലപാടെ പ്രസംഗിച്ചേ. ഈ വാദത്തിൽ പോലും എത്തിയിട്ടില്ല പേരോടും ഹക്കീമൊന്നും. അപ്പൊ ഞങ്ങൾ ഒരു തെളിവും കൂടിയായി. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇന്നത്തെ ചരിത്രത്തിൽ ഏറ്റവും പേച്ചവരാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ. സമൂഹത്തിന് ബോധ്യപ്പെട്ടു, കറക്റ്റാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ. നിങ്ങൾ ഇബിലീസിന്റെ അനുയായികളാണ്, നിങ്ങൾ ഇബിലീസ് ത്വരീഖത്തുകാരാണ് എന്നതിന് വ്യക്തമായ തെളിവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചൊരു വ്യക്തി, ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും കിതാബുകളാക്കി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ വ്യക്തി, ആഖിറത്തിലുള്ള വിശ്വാസവും ഖബർ ശിക്ഷയും അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ അടക്കമുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞൊരു വ്യക്തി. ആ വ്യക്തിനെ നന്നാക്കി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനേക്കാൾ നല്ലവൻ ഇവനാണത്രേ. അത് CH മുസ്തഫ. ഇത് ഇബ്ലീസ് പറയിപ്പിക്കണതല്ല ഇവരെ കൊണ്ട്. ഇത് ഏതൊരാൾക്കും ബോധ്യാകൂലേ? ഇത് ഇബ്ലീസിന്റെ ത്വരീഖത്തുകാരല്ലാതെ ഇങ്ങനെ പറയില്ലല്ലോ. കാരണം ചേകനൂരിനെ നന്നാക്കാണ് ഇപ്പം പേര്. ഏതായിരുന്നാലും നൗഷാദിന്റെ വക CH മുസ്തഫ അവിടെ വന്നത് എന്തിന്റെ പേരിലാണ് എന്നുള്ള പച്ചക്കളവുണ്ടല്ലോ, അത് ആദ്യം നൗഷാദ് ഒന്ന് പറയട്ടെ. അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് നൗഷാദ് പറയട്ടെ. എന്നിട്ട് നമുക്ക് CH മുസ്തഫാനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം എന്താ സംഭവിച്ചത്. സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിച്ചുകൊണ്ട് വരാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. അത് തന്നെ തങ്ങളെ മുമ്പിൽ വന്ന് അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുന്നു. നൗഷാദ് ഏതായാലും ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുരീദാണ്. നൗഷാദിന്റെ ഷെയ്ഖ് ഇബ്ലീസാണ്. ഇബ്ലീസ് ത്വരീഖത്താണ് എന്നുള്ളത് കൊണ്ട് നൗഷാദ് പറഞ്ഞത് കളവാകാനേ സാധ്യതയുള്ളൂ. ഏതായിരുന്നാലും ഇവൻ പറഞ്ഞതിനെ കളവാക്കിക്കൊണ്ട് സാക്ഷാൽ CH മുസ്തഫ മൗലവി പറയട്ടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള യഹിയൽ ബുഖാരി എന്ന വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു സൂഫി ആചാര്യനുണ്ട്. അദ്ദേഹം കാസർഗോഡാണ്. അപ്പൊ അദ്ദേഹം എന്നെ കുറേയായി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാപനമുണ്ട്. മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്.
കുറേ ആയി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 6 മാസം മുമ്പ് ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു, പക്ഷെ ചില കാരണങ്ങളാൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് 1-ാം തീയതി ഒഴിവുണ്ടാവോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയതാണ്. ഇപ്പൊ ആര് പറഞ്ഞതാ സത്യം, ആര് പറഞ്ഞതാ കളവ് എന്നുള്ള ബൽ രണ്ടാളെന്നെ തീരുമാനിക്കട്ടെ. കാരണം രണ്ടും ഇബ്ലീസിന്റെ ആൾക്കാരാണ്. ഒന്ന് ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുരീദാണ്, മറ്റൊന്ന് ചേകനൂരി സൈറ്റ് നടക്കുന്ന ആളാണ്. ആര് പറഞ്ഞ സത്യം ബൽ തീരുമാനിക്കട്ടെ. ഇവൻ പറയണെന്ത്, ഞാൻ ഇന്ന കുറെ കാലമായി അയാൾ അവർക്ക് വിളിക്കണ്, ഞാൻ 5-6 മാസം മുന്നേ പോകേണ്ട ആളേനി, പക്ഷെ എനിക്ക് ഇപ്പോഴാ പോകാൻ ഒഴിവിട്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ ശിഷ്യനെ വിളിച്ചു, പോകുകയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പോയതാണ് ഇയാള്. അദ്ദേഹം എന്നെ കുറെ ആയി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നൗഷാദ് പറഞ്ഞു, ഇയാൾ വിളിച്ചു കാണി ഞാൻ നിങ്ങളെ ഷെയ്ഖായി അംഗീകരിക്കാൻ തയ്യാറാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ട് വിളിച്ചതാണെന്ന് നൗഷാദ്. സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിച്ചുകൊണ്ട് വരാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. ഞങ്ങൾ ആര് പറഞ്ഞതാ വിശ്വസിക്കേണ്ടത്? ഈ ചേകനൂർ ബാധി ചെറുപ്പം പറഞ്ഞത് വിശ്വസിക്കണോ, അല്ല ഇബ്ലീസിന്റെ ത്വരീഖത്തുകാരനായ അന്നെ വിശ്വസിക്കണോ? ആരപ്പം ഞങ്ങൾ വിശ്വസിക്കേണ്ടേ? ഈ പടം വന്നിട്ട് എന്താ സംഭവിച്ചതെന്നല്ലേ അത് നൗഷാദ് പറയട്ടെ, എന്നിട്ട് ഇയാളെ കൊണ്ട് പറയിപ്പിക്കാൻ. തങ്ങൾ അവിടെ കൃത്യമായി മജ്ലിസിന് മുമ്പിൽ ഇരുന്നപ്പോ, മജ്ലിസ് നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇരുന്നല്ലോ, കൃത്യമായി ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഞാനുണ്ട്, ഷെയ്ഖും ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ ഹദീസിൽ വിശ്വസിക്കണട്ടോ, ഇത് വിശ്വസിക്കാത്തവൻ കാഫിറാണ്. നിങ്ങൾ അയാൾക്ക് പറയുന്ന കുറ്റമുണ്ടല്ലോ, അതൊക്കെ കൃത്യമായി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് കാണിക്കണം എന്നുമായി തങ്ങൾ. എങ്ങനെ കാണിക്കല്? ഷാദുൽ ഖത്തീബിന്റെ മജ്ലിസിലിരിക്കണം. ഇതൊന്ന് കേട്ടോക്കെയാണെങ്കിൽ തലേകെട്ടും കെട്ടിക്കാണ്ട് പാച്ച നോണ വിളിച്ചു പറയണ്. ഇപ്പൊ ഒക്കെ അംഗീകരിച്ചത്രേ, അംഗീകരിച്ചു തെളിയിക്കണം. എങ്ങനെ? ഷാദുൽ ഖത്തീബിൽ പങ്കെടുക്കണം. ഇനി നമ്മൾ CH മുസ്തഫാണ് ചോദിച്ചു നോക്കുക, ഇത് ഇത്ര കാലം വരെ പ്രസംഗിച്ചതൊക്കെ അവിടെ പോയി തിരുത്താൻ വേണ്ടി തയ്യാറായണോ? നമ്മൾ CH മുസ്തഫാണ് ചോദിച്ചു നോക്കുക. CH മുസ്തഫ, ഇത് ഖുർആൻ അകമ്പോരുൾ എന്ന് പറഞ്ഞാണ്ട് ഇത്ര കാലം വരെ പലതും ഇവിടെ പ്രസംഗിച്ചാണ് നീനല്ലോ, അതൊക്കെ ഇന്നലെ മടവൂർ കോട്ടയിൽ പോയാണ്ട് തിരുത്താൻ തയ്യാറായണോ മുസ്തഫ? ഇതൊന്ന് പറഞ്ഞ. അകമ്പുരുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ആശയങ്ങൾ അന്നും ഇന്നൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, യഹ്യൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അവിടെ പോയി അല്ല മുസ്തഫ, അപ്പൊ തീർത്തിയിട്ടൊന്നുമില്ലേ? അന്റെ പ്രസംഗങ്ങൾ ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി ഇജ്ജി ഖുർആനെതിരെ, ഖുർആൻ മുഫസ്സിരീങ്ങൾ പറഞ്ഞതിനെതിരെ പ്രസംഗിക്കുന്നതൊക്കെ താങ്കൾ സമൂഹത്തെ കേൾപ്പിക്കാൻ വേണ്ടി ഉപദേശിക്കലുണ്ടെന്നോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ സർവ്വമത സത്യവാദത്തിലേക്കാണോ നിങ്ങളെ പോക്ക് മുഴുവനും? മടവൂർ കോട്ടന്റെയും ഈ VH മുസ്തഫാന്റെ എല്ലാവരും പോക്ക് അങ്ങോട്ടാണോ? ഏതായാലും ഇത് തോബ ചെയ്ത് മടങ്ങിയണപ്പോ, തോബ ചെയ്യാനപ്പോ അങ്ങോട്ട് പോയത് ഇതൊന്ന് പറഞ്ഞ സമൂഹത്തോട്. ഞാൻ തൗബ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് എന്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അതാ, അപ്പൊ അതും സ്വാഹ, തോബയും സ്വാഹ. എന്റെ കാട്ടുവളപ്പിൽ നൗഷാദ്, ഇത് ആ മംഗലാപുരത്ത് പോയാണ്ട് തലയെക്കെട്ടും കെട്ടി നോണ പറഞ്ഞതും മുഴുവൻ ഇപ്പൊ CH മുസ്തഫൻ ആകെ പൊളിച്ച് കൈ തന്നല്ലോ. ഇപ്പൊ ഞങ്ങളിപ്പോ ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. CH മുസ്തഫനെ പറയാണ്, ഇജ്ജ് പറഞ്ഞ നോണയാണ്, ഞാൻ തോബ ചെയ്യാൻ പോകേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ അകമ്പോരോടെന്ന് പറഞ്ഞുകാണ്ട് ഇവിടെ ഈ വക്രീകരിച്ച് ഈ ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ എന്റെ ബോധ്യങ്ങളാണ്. അത് എന്ന് മാത്രല്ല, ഈ സർവ്വമത സത്യവാദം വിളിച്ചു പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദ്ന മുആവിയ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്തിനെ മുഴുവനും തള്ളി പറയുന്ന വിശുദ്ധമായ ഖുർആനിന്റെ ഇന്നേ വരെയുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ചു മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും അതൊക്കെ പാള കിതാബുകളാക്കിയിട്ട് വലിച്ചെറിഞ്ഞ 2-ാം ചേകനൂരായി കടന്നു വന്ന മുസ്തഫ, ഖബറിലെ ശിക്ഷയും അതുപോലെ തന്നെ ആഖിറത്തിനെ കുറിച്ചുള്ള മറ്റുള്ള വിശ്വാസങ്ങളും ലൈലത്തുൽ ഖദ്ർ അടക്കമുള്ള വിശ്വാസങ്ങളും അത് മുഴുവനും അന്ധവിശ്വാസങ്ങളാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CH മുസ്തഫ, അതായത് യഥാർത്ഥ ചേകനൂരിന്റെ 2-ാമത്തെ അനുയായി കടന്നു വന്ന ഈ മുസ്തഫയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ യഹ്യൽ ബുഖാരി തങ്ങൾ അനുയായികളെ കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് CH മുസ്തഫയ പരസ്യമായി സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത്. ഇത് മറുപടി പറയേണ്ടത് കുരുവട്ടൂരികളാണ്. സമൂഹത്തിന്റെ മുന്നിൽ മറുപടി പറയണം. നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംശയങ്ങളുണ്ട്. ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ, മുമ്പ് ചില സൂഫികൾ നിങ്ങടുക്കൽ വന്നിരുന്നല്ലോ, സർവ്വമത സത്യവുമായി കടന്നു വന്ന ചില സൂഫികൾ, അവരും ഈ CH മുസ്തഫയും അതുപോലെ നിങ്ങളിപ്പോൾ കൊണ്ട് നടക്കുന്ന മറ്റു ചിലരും എല്ലാവരും കൂടിയിട്ട് സർവ്വമത സത്യവാദവും അതുപോലെ തന്നെ ചേകനൂർ സത്യത്തിന്റെ ആശയങ്ങളും അതുപോലെ ഷിയ വിശ്വാസങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങളാണ് നിങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടത് കുരുവട്ടൂരിലെ ഇബ്ലീസിന്റെ അനുയായികളാകുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാർ, അതിന്റെ ഇബ്ലീസിന്റെ കോളാമ്പിയായ നൗഷാദും ടീമുമാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് സമൂഹത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു. കുരുവട്ടൂരികൾ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഞങ്ങൾ വീണ്ടും ഉറപ്പെടുത്തുകയും ചെയ്യുന്നു.